ഇരുവൃക്കകളും തകരാറിലായ വീട്ടമ്മ ഉദാരമതികളുടെ സഹായം തേടുന്നു. മട്ടന്നൂർ നഗരസഭയിലെ 2-ാം വാർഡിൽ താമസിക്കുന്ന ഷിജിന ഹരിയേന്ദ്രനാണ് ചികിത്സാ സഹായം തേടുന്നത്. ഇരുവൃക്കകളും തകരാറിലായ ഷിജിന 2 വർഷത്തിലധികമായി ഡയാലിസിസിലൂടെയാണ് ജീവൻ നിലനിർത്തുന്നത്. 28-കാരിയായ ഷിജിനയ്ക്ക് 2 കുട്ടികളാണുള്ളത്. വൃക്ക മാറ്റിവെക്കാൻ മാത്രം 35 ലക്ഷത്തിലധികം രൂപ ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി ശസ്ത്രക്രിയയ്ക്കു വേണ്ടിയുള്ള പണം കണ്ടെത്താനാകാതെ വഴിമുട്ടി നിൽക്കുകയാണ് കുടുംബം. തുടർ ചികിത്സ സാധ്യമാക്കുന്നതിനായി മട്ടന്നൂർ നഗരസഭ 2-ാം വാർഡ് കൗൺസിലർ പ്രിയ ചെയർമാനായും 1-ാം വാർഡ് കൗൺസിലർ പി രാഘവൻ കൺവീനറായും ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 2 കിഡ്നികളും തകരാറായ അവസ്ഥയിൽ അത് മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നന്നേ പാവപ്പെട്ട ഒരു കുടുംബമായ അവർക്ക് സമൂഹത്തിൻ്റെ എല്ലാ തലത്തിൽ നിന്നുള്ള പിന്തുണകളും ആവശ്യമാണ്. 35 ലക്ഷത്തോളം രൂപ ആവശ്യമുള്ള ഒരു വലിയ ഒരു സാമൂഹ്യ സേവനമാണ് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഒരു 1.5 വർഷത്തോളമായി കിഡ്നി ബാധിതയായി ചികിത്സയാണ്. അപ്പോൾ ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യുന്നു. നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ തന്നെ ജീവൻ നിലനിർത്തുന്നത്. അതുപോലെ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ നാട്ടിലുള്ളവരും പുറത്തുനിന്നും ഒക്കെ സഹായം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഷിജിനയുടെ ഭർത്താവായ ഹരീന്ദ്രന്റെ പേരിൽ കാനറ ബാങ്ക് ഇരിക്കൂർ ബ്രാഞ്ച്, ഗ്രാമീൺ ബാങ്ക് മട്ടന്നൂർ, ഇന്ത്യൻ ബാങ്ക് മട്ടന്നൂർ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് മട്ടന്നൂർ എന്നിവിടങ്ങളിലായി അക്കൗണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്. സഹായങ്ങൾ താഴെ കാണുന്ന GPay നമ്പറിലേക്കും അയക്കാവുന്നതാണ്. ഉദാരമതികളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഷിജിനയും കുടുംബവും. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.